അവാർഡ് MT മെറ്റൽസ് തൃത്താല പുളിഞ്ചവട് ടീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റൊൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്ക് വിധിയെഴുതിയ നാഥനെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ. പുണ്യമാക്കപ്പെട്ട ഈ ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുകളിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും വെട്ടിത്തുളങ്ങുന്ന ഈ ലോകത്തിന് സൃഷ്ടിപ്പിന് പോലും കാരണം അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ തിരുദൂതരെ സ്നേഹിക്കാതെയും അവിടുത്തെ പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും ഈ ലോകത്തിലെ സർവ്വജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന് പോലും കാരണം അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു, ലൗലാ കലിമാ ഖലഖ്തു ഖിലാഖ്, നബിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ നാം ഈ ലോകത്ത് പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ ആ തിരുനബിയോളം സ്നേഹിക്കാൻ അർഹനായി മറ്റാരാണുള്ളത്? മഹ്ശറാവൻ സഭയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുമ്പിൽ വിയർത്തൊലിക്കുന്ന മനുഷ്യർ ആദം നബി മുതൽ സർവ്വനബിമാരുടെയും അടുക്കൽ ചെന്നുകൊണ്ട് രക്ഷ ആവശ്യപ്പെടുമ്പോഴും അവിടെ രക്ഷകനായി എത്തുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണെന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു. സഹോദരങ്ങളെ, അറേബ്യയുടെ മണൽപ്പരപ്പിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുമ്പിൽ ഖുറൈശികളുടെ ഭീഷണികൾക്ക് മധ്യേ സർവ്വം അല്ലാഹുൽ സമർപ്പിച്ച ആ തിരുനബിയെ സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും മേൽ ബാധ്യതയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതിരില്ലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ പറഞ്ഞത് അതിന് രണ്ടാമതൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ ശൈലി. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന് മുമ്പിൽ തൻ്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അൻസാരികളുടെ നേതാവായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? തിരുദൂതരെ, അങ്ങ് ആർത്തുലക്കുന്ന കടലിലേക്ക് ചാടാൻ ഞങ്ങളോട് ആജ്ഞാപിക്കുകയാണെങ്കിൽ പോലും അത് അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു. അത്രമേൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം ധന്യമാക്കിയവരായിരുന്നു സഹാബാക്കൾ. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയത്ത് സഹാബാക്കൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വികാരാതീതനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി. മറ്റു ചിലർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണ്ണ് ഞങ്ങൾക്ക് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അത്രമേൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരായിരുന്നു സഹാബാക്കൾ. പ്രിയമുള്ളവരെ, പ്രവാചക സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.